UDFിന്റെ പടുകൂറ്റൻ സുനാമിയിൽ ഒലിച്ചുപോയത് LDFിന്റെ കോട്ടകൊത്തളങ്ങളാണ്. നമുക്കിന്ന് വളരെ വേഗം പരിശോധിച്ചു വന്നാൽ നോക്കൂ, ഉദുമയിൽ CPM പരാജയപ്പെടുമെന്ന് പ്രേക്ഷകർ ആരെങ്കിലും കരുതിയിരുന്നോ? പയ്യന്നൂരിൽ ഒരുപക്ഷെ 25,000 വോട്ടിലെങ്കിലും T മധുസൂദനൻ വിജയിച്ചു കയറുമെന്നാണ് അവസാന നിമിഷവും CPMിലെയും ഒരുപക്ഷെ UDFിലെ പോലും നേതാക്കൾ കരുതിയത്. തളിപ്പറമ്പിൽ 22,000 എന്ന ഭൂരിപക്ഷം കുറയ്ക്കുമെന്നാണ് കരുതിയത്. ബാലുശ്ശേരി പോലെയൊരു മണ്ഡലം, കോട്ട പോലെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് CPMിന് നഷ്ടമാകുന്നത്? പേരാമ്പ്ര, നാദാപുരം, അമ്പലപ്പുഴ, ഏറ്റുമാനൂർ, വൈക്കം പോലൊരു മണ്ഡലം എങ്ങനെയാണ് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത്? ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തോക്കുന്നത്, ഉടുമ്പൻചോലയിൽ MM-മണ്ണിലെ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് സേനാപതി വേണു ഉടുമ്പൻചോലയിൽ ജയിക്കുന്നത്, പീരുവേട് എങ്ങനെയാണ് സിറീക് തോമസ് വിജയിക്കുന്നത്, കോങ്ങാട് പോലുള്ള മണ്ഡലത്തിൽ എങ്ങനെയാണ് തുളസി വിജയിക്കുന്നത്, എലത്തൂർ പോലെയൊരു അടിയുറച്ച ഇടതു മണ്ഡലത്തിൽ എങ്ങനെയാണ് വിദ്യാ ബാലകൃഷ്ണൻ എന്ന ഒരു പുതുമുഖ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത്, കുന്നത്തൂർ പോലുള്ള മണ്ഡലം നഷ്ടപ്പെടുന്നത്, ഇരവിപുരം പോലെ കൊല്ലത്തിന്റെ തീരദേശ മേഖലയിൽ എങ്ങനെയാണ് നൗഷാദിന് അടിതെറ്റുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അടിച്ചതൊരു പ്രളയമോ അടിച്ചതൊരു സാധാ തിരമാലയോ ആയിരുന്നില്ല, പകരം അതൊരു വേലിയേറ്റം പോലും ആയിരുന്നില്ല, അതൊരു സുനാമി ആയിരുന്നു. നോക്കൂ, പയ്യന്നൂരിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം എന്നറിയുമ്പോഴാണ് അതിൻ്റെ നടുക്കം നമുക്ക് മനസ്സിലാവുക. TI മധുസൂദനൻ 2021 1,00,000 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ മണ്ഡലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർ മണ്ഡലത്തിലാണ് V കുഞ്ഞികൃഷ്ണൻ എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് അണികൾ നേതൃത്വത്തെ തിരുത്തുമെന്ന പുസ്തകം എഴുതി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയമുയർത്തി പുറത്തു വന്ന V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്നത്. ഓർമ്മിക്കണം, പയ്യന്നൂർ പാർട്ടിയുടെ കോട്ടയാണ്. ആ കോട്ടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന V കുഞ്ഞികൃഷ്ണൻ UDFിന്റെ സ്വതന്ത്രനായി 1,00,000 വോട്ടുകൾക്ക് T മധുസൂദനൻ വിജയിച്ചയിടത്ത് 7,487 വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഇനി തളിപ്പറമ്പിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് 22,688 വോട്ടുകൾക്ക് വിജയിച്ച അതേ തളിപ്പറമ്പിൽ ഇക്കുറി പാർട്ടി വിമതനായി മത്സരിച്ച TK ഗോവിന്ദൻ 12,425 വോട്ടുകൾക്ക് PK ശ്യാമളയെ MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ പരാജയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ സച്ചിൻ ദേവ് 20,372 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെടുത്ത് ഇക്കുറി VT സൂരജ് 16,980 വോട്ടുകൾക്കാണ് വിജയിച്ചു കയറുന്നത്. ഇനി ഉദുമയിലേക്ക് എത്തിയാൽ, ഉദുമ CH കുഞ്ഞമ്മുവിന്റെ കോട്ടയാണ്, CPMിന്റെ കോട്ടയാണ്. 13,322 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള CH കുഞ്ഞമ്മുവിന്റെ ഉദുമ 30 വർഷമായി CPM മാത്രം ഭരിച്ച 3 പതിറ്റാണ്ട് CPM മാത്രം ഭരിക്കുന്ന ഈ ഉദുമയിൽ ഇത്തവണ നീലകണ്ഠൻ വിജയിച്ചത് 4,847 വോട്ടുകൾക്കാണ് എന്നുള്ളതാണ്. ഞാനൊരു പേരാമ്പ്രയിലേക്ക് എത്തിയാൽ, പേരാമ്പ്രയിൽ 46 വർഷമായി 4.5 പതിറ്റാണ്ടായി CPM മാത്രം ഭരിക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ TP രാമകൃഷ്ണൻ എന്ന LDFിന്റെ കരുത്തനായ കൺവീനർ TP രാമകൃഷ്ണൻ 22,592 വോട്ടുകൾക്ക് വിജയിച്ചെടുത്ത് ഇത്തവണ ഫാത്തിമ തഹ്ലിയ എന്ന പുതുമുഖം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി 5,087 വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്നത് എങ്ങനെയാണ്? നാദാപുരം പോലൊരു മണ്ഡലത്തിൽ നോക്കൂ, 69 വർഷമായി ഏറ്റവും കൂടുതൽ ചരിത്രമുള്ളത്. നാദാപുരത്ത് മറ്റൊരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല തന്നെ 69 വർഷത്തിനിടയ്ക്ക്. 69 വർഷം, ഏകദേശം 7 പതിറ്റാണ്ട് ഇടതുകോട്ടയായി നിൽക്കുന്ന നാദാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷവും ഭൂരിപക്ഷം കുറവായിരുന്നു. പക്ഷേ അപ്പോഴും ഇടതുകോട്ടയായി തന്നെ നാദാപുരം EK വിജയനെ 4,035 വോട്ടിന് വിജയിപ്പിച്ച നാദാപുരം ഇക്കുറി 23,600 വോട്ടുകൾക്കാണ് KM അഭിജിത്തിനെ വിജയിപ്പിക്കുന്നത് എന്നതറിയുമ്പോഴാണ് കോട്ടയുടെ വീഴ്ച എത്ര ആഘാതമാണെന്ന് അറിയുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകത, 35 വർഷമായി 3.5 പതിറ്റാണ്ടായി CPMിന്റെ കോട്ടയായിരുന്ന അമ്പലപ്പുഴയിൽ H സലാം 11,125 വോട്ട് നേടി വിജയിച്ചെടുത്ത് ഇത്തവണ CPMിന്റെ G സുധാകരൻ 27,935 വോട്ടുകൾക്ക് വിജയിച്ച് കയറിയത് എങ്ങനെയാണ്? ഏറ്റുമാനൂരിൽ 15 വർഷമായി CPMിന്റെ കയ്യിലിരിക്കുന്ന VN വാസവൻ എന്ന ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ VN വാസവന് 14,303 വോട്ട് കൊടുത്ത ഏറ്റുമാനൂർ ഇക്കുറി നാട്ടകം സുരേഷിന് 19,782 വോട്ട് കൊടുത്ത് കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത് എങ്ങനെയാണ്? വൈക്കം മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. 59 വർഷമായി ഇടത് കോട്ടയായി നിൽക്കുന്ന CPIയുടെ കോട്ടയായി നിൽക്കുന്ന വൈക്കം മണ്ഡലത്തിൽ 30,000-നടുത്ത് വോട്ടാണ് CK ആശ കഴിഞ്ഞ തവണ നേടുന്നത്, 29,122. ഇത്തവണ അത് 1,360 വോട്ടുകൾക്ക് K ബിനിമോൻ പിടിക്കുന്നു UDFിൻ്റേത്. വൈക്കം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിനോടൊപ്പം നിന്ന മണ്ഡലമാണ്. കേരള കോൺഗ്രസ് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി 25 വർഷമായി കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിന് 5,573 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്താണ് അതേ റോഷി അഗസ്റ്റിനെ റോയ് K പൗലോസ് എന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് 23,822 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നത്. ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ തവണ
25 വർഷമായി CPM-ന്റെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ 38,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MM മണി ജയിച്ച മണ്ഡലം സേനാപതി വേണു 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു എന്നുള്ളതും കാരണം. ഇനി പീരുമേട്ടിലേക്ക് എത്തിയാൽ പീരുമേട്ടിൽ 2006 മുതൽ CPI-യുടെ കോട്ടയായ പീരുമേട്ടിൽ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും വാഴൂർ സോമൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ സിറീക് തോമസ് ഇത്തവണ 27,634 വോട്ടുകൾക്ക് മൂന്നാം ഊഴത്തിൽ വിജയിച്ചു കയറിയത് എങ്ങനെയാണ്? കോങ്ങാട് പോലൊരു മണ്ഡലത്തിൽ KA തുളസി 15 വർഷമായി CPM-ന്റെ മണ്ഡലമായ കോങ്ങാട്ട് K ശാന്തകുമാരി 27,219 വോട്ട് നേടി ജയിച്ചെടുത്ത് 3,706 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KA തുളസി വിജയിച്ചു കയറിയത് എങ്ങനെയാണ്? എലത്തൂർ മണ്ഡലം നോക്കൂ, ഞെട്ടിച്ച മണ്ഡലം എലത്തൂരാണ്. 2011 മുതൽ AK ശശീന്ദ്രന് 38,502 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത ഏലത്തൂരിൽ 12,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിദ്യാബാലകൃഷ്ണൻ ജയിച്ചത് എങ്ങനെയാണ്? കുന്നത്തൂർ പോലൊരു മണ്ഡലം 1987 മുതൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ 3009 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഉല്ലാസ് കോവൂർ 400,000 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇരവിപുരത്തേക്ക് എത്തിയാൽ കൊല്ലത്ത് 20 വർഷമായി CPM-ന്റെ കോട്ടയായ ഇരവിപുരത്തെ നൌഷാദിന്റെ 28,121 ഭൂരിപക്ഷം കൊടുത്ത ഇരവിപുരം മണ്ഡലം RSPയുടെ വിഷ്ണു മോഹന് ഭൂരിപക്ഷം 88,003 വോട്ട് കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ക്ഷമിക്കണം, 8,803-ന്റെ ഭൂരിപക്ഷം എങ്ങനെ കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ ഇടതു കോട്ടകളെയും കീഴടക്കിക്കൊണ്ടാണ് ഈ UDF-ന്റെ സുനാമി അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതങ്ങ് ഉദുമയിൽ നിന്ന് തുടങ്ങി ഇങ്ങ് തിരുവനന്തപുരം, കൊല്ലത്ത്, ചടയമംഗലം വരെ നീളുന്ന, ഇരവിപുരം വരെ നീളുന്ന ഒരു വലിയ സുനാമി. വാമനപുരം അടക്കം ഒലിച്ചുപോയി എന്നുള്ളതാണ്. വാമനപുരം മണ്ഡലമൊന്നും സാധാരണ രീതിയിൽ ഇടതുകോട്ടയെ DK മുരളിയുടെ വാമനപുരം മണ്ഡലമൊന്നും അത്ര എളുപ്പത്തിൽ മറിയുന്നതല്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ സുനാമിയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. Meet the editors.